വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് വിത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനു മുമ്പ് ഇപ്പോൾ ജസ്റ്റ് പഠിച്ച കാര്യം ഒന്നുകൂടെ ഒരു ആവർത്തി കൂടെ പറയാം. ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളത്, ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് അത് പഠിച്ചപ്പോൾ ഞാൻ അതിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഈ ഫങ്ഷൻ്റെ സിൻറ്റാക്സ് ആണ്. ഈ ഫങ്ഷൻ്റെ സിൻറ്റാക്സ് കണ്ടില്ലേ, ഇത് നമ്മുടെ ഫങ്ഷൻ ഹെഡർ എന്ന് പറയും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഡെഫ് എന്നുണ്ട്. ഡെഫ് എന്ന് വെച്ചാൽ ഡിഫൈൻ, പിന്നെ ഒരു ബ്രാക്കറ്റുണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു കോളൻ ഉണ്ട്. ഇതാണ് ഫങ്ഷൻ്റെ ബോഡി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ഫങ്ഷൻ ഡെഫിനിഷനാണ്. നമുക്കൊന്ന് വിളിക്കാം. ഇതിനെ വിളിക്കാൻ വേണ്ടി എനിക്ക് പുതിയ സെല്ലാക്കാം. പുതിയ ആക്കി ഇവിടെ എന്താണ്? ഡ്രോ ലൈൻസ് എന്ന് വിളിക്കുന്നു. ഒരു എന്താ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ആർഗ്യുമെൻ്റ് ഹാഷ്. അത് കൊടുത്തു കഴിച്ച് റൺ ചെയ്ത് കഴിഞ്ഞ് ഇത് വിളിക്കും. പക്ഷെ ഇത് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഇൻ്റർപ്രറ്ററിന് ഡ്രോ ലൈൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മളിത് റൺ ചെയ്തില്ല. ഈ ഫങ്ഷൻ ഡെഫിനേഷൻ ആദ്യം നമ്മൾ റൺ ചെയ്യണം. അത് റൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഡ്രോ ലൈൻസ് എന്താണെന്ന് അറിയാം. ഇനി നമ്മൾ ഡ്രോ ലൈൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ 3 ലൈൻ വന്നു. ഇനി ഡ്രോ ലൈൻസിന് പകരം ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെങ്കിൽ അതാണ് പാസ് ചെയ്യപ്പെടുന്ന ആ സ്ട്രിങ്. പിന്നെ എ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലിയർ അല്ലേ? അത് നമ്മൾ പഠിച്ച കാര്യമാണ്. സംശയം അതിൽ കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ ഒന്നുകൂടെ കഴിഞ്ഞ് വീഡിയോ നോക്കുക. നമ്മൾ പറഞ്ഞു ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകാം, 2 ആർഗ്യുമെൻ്റ് ഉണ്ടാകാം, എത്ര ആർഗ്യുമെൻ്റ് വേണമെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകാം. ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബ്ലോക്ക് ഓഫ് കോഡ് വിച്ച് ഡസ് എ പർട്ടിക്കുലർ ടാസ്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ 3 ലൈൻ ഇടുക എന്നുള്ളതായിരുന്നു. അതിന് പകരം നമുക്ക് എന്താകാൻ ടാസ്ക് എന്തെങ്കിലും ഒരു കാൽക്കുലേറ്റ് ചെയ്യാമെന്നാകാം. ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാകാം ടാസ്ക്. അതാണ് ടാസ്ക് എങ്കിൽ എന്താവും പ്രശ്നം? അത് ടാസ്ക് ആണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കലാണ് ടാസ്ക് എങ്കിൽ എന്ത് വേണം? ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടണം. അപ്പോൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഫംഗ്ഷൻ എഴുതിയിട്ട് ഞാൻ പറയാം. അപ്പം സിൻറ്റാക്സ് ശ്രദ്ധിക്കുക. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. എന്നിട്ട് എന്ത് വേണം? അതിന് ലെങ്ത്ത് വേണം, ബ്രെഡ്ത്ത് വേണം. അത് കഴിഞ്ഞ് കോളം ഉണ്ട്. ഇപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്? ലെങ്ത്തും ബ്രെഡ്ത്തും അറിഞ്ഞാൽ മാത്രമല്ലേ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റിട്ടേൺ ഏരിയ. അപ്പോൾ നമ്മൾ ഇതായി, ഏരിയ ഓഫ് റെക്റ്റാങ്കിളായി. ഇനി എന്ത് ചെയ്യാം? ഏരിയ ആർക്ക് എപ്പം കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ എന്ത് കൊടുത്താൽ മതി? എ ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ 10,2. അപ്പോൾ നമുക്ക് ഈ ആർഗ്യുമെൻറ്റ്സിൻ്റെ കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. ഈ 10 എന്താവും? ലെങ്ത്തിലേക്ക് പോവും. 2 എന്താകും? ബ്രെത്തിലേക്കും പോവും. അങ്ങനെ ആകുമ്പം ആൻസർ 20 എന്ന് വരും. പ്രിൻറ്റ് എ.
ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്താ മിസ്റ്റേക്ക് എന്ന് പറയാമോ? ഈ കോഡ് ഞാനിവിടെ എഴുതി, ഞാനിപ്പോൾ ഇത് ഞാൻ റൺ ചെയ്യുന്നില്ല. റൺ ചെയ്താൽ മിസ്റ്റേക്ക് വരും. എന്താണെന്ന് മിസ്റ്റേക്ക് എന്ന് പറയാമോ? ഞാൻ ഒരു മിനിറ്റ് പോസ് ചെയ്യാം. ഇവിടെ ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ഒരു കാര്യം പറഞ്ഞു തരാം. ഇവിടെ ഇത് കണ്ട, ഇവിടെ നമ്പർ ഉണ്ട്, 2 പ്രാവശ്യം, 2ാമത്തെ റണ്ണിങ്, 5ാമത്തെ റണ്ണിങ്, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴായി റൺ ചെയ്തല്ലോ. ഈ ഡ്രോ ലൈൻസേ ഒന്നുകൂടെ ചെയ്താൽ അത് 6 എന്ന് പറഞ്ഞ് വരുമായിരിക്കും. 6 എന്ന് പറഞ്ഞു വന്നു. 6 പ്രാവശ്യം ഇത് റൺ ചെയ്തു. പക്ഷേ നമ്മളെ ഡിഫൈൻ ഏരിയ ഓഫ് റെക്ടാങ്കിളിൻ്റെ അവിടെ കാലിയാണുള്ളത്. അപ്പോൾ അത് നമ്മൾ പൈത്തണിന് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്താണത് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ സെല്ല് റൺ ചെയ്യുന്നതിന് മുമ്പ് ഈ സെല്ല് റൺ ചെയ്യണം. അത് 7 ആയി. ഇനി ഈ സെല്ല് റൺ ചെയ്താൽ അത് ഉണ്ടാകത്തില്ല. 20 വന്നു. ഇനി ഞാൻ വേറൊന്ന് ചെയ്യുന്നു. എന്താണ്? x = 10.1, y = 2 print. വേറെ ഒരു കാര്യം, ഞാനിപ്പോൾ ഏരിയ എന്നടിച്ച് ഫുൾ ടൈപ്പ് ചെയ്യേണ്ടിയില്ല, ടാബ് അടിച്ചാൽ മതി. ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് വന്നു. ഇനി എന്ത് കൊടുക്കുന്നു? ഞാൻ x, y എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഉള്ള കാര്യം, നമ്മൾ പ്രിൻറ്റിൻ്റെ ആർഗ്യുമെൻ്റാണ് എന്ത്? പ്രിൻറ്റിൻ്റെ ആർഗ്യുമെൻ്റാണ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ. അപ്പോൾ ആർഗ്യുമെൻ്റ് കിട്ടണം. ആർഗ്യുമെൻ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വിളിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ x, y എന്നാണ്. അപ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ x, y എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ? ഈ എക്സിൻ്റെ വില എക്സിൻ്റെ വില ലെങ്ത്തിലേക്കും വൈൻ്റെ വില ബ്രെത്തിലേക്കും പോകും. അപ്പോൾ ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് 10 ആണ്. ബ്രെത്ത് എത്ര? 10.1 ആണ്. ബ്രെത്ത് എത്രയാണ്? 2 ആണ്. അങ്ങനെ വരുമ്പോൾ 10.1 × 2 20.2 എന്ന് പ്രിൻ്റ് ചെയ്ത് വരും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. 20.2. ഞാൻ പറഞ്ഞു ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ പാസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ പാരാമീറ്റർ ഞാൻ എന്താ പറഞ്ഞത്? ദ വാല്യൂ ഓഫ് x will be copied to length അല്ലേ, ആൻഡ് സോ ഓൺ. അപ്പോൾ അത് ഇവിടെ തന്നെ കൊടുക്കാം. ഈ സെല്ലിൽ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെ ചെയ്താൽ ഇപ്പം നമുക്ക് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ലെങ്ത്ത് പ്രിൻ്റ് ചെയ്യാലോ. പ്രിൻ്റ് ലെങ്ത്ത് നമുക്ക് എല്ലാം വിചാരിച്ച പോലെ നടന്നോന്നറിയാൻ വേണ്ടി ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേണേൽ പ്രിൻ്റ് ചെയ്യിക്കാം. നമുക്കൊന്നുകൂടി റൺ ചെയ്യാം. ഞാൻ പറയാം, എക്സിൻ്റെ വില എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യപ്പെടും? ലെങ്ത്തിലേക്ക് കോപ്പി ചെയ്യപ്പെടും. വൈയുടെ വില ബ്രെത്തിലേക്ക് കോപ്പി ചെയ്യപ്പെടും. അതായത് 10.1 എന്നുള്ള വാല്യൂ ലെങ്ത്തിന് കിട്ടും, 2 എന്നുള്ള വാല്യൂ ബ്രെത്തിന് കിട്ടും. ഇവിടെ ഞാനൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഫംഗ്ഷനിൽ. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. അതിലൊരു ചെറിയൊരു എററുണ്ട്. അതിൻ്റെ പേര് ഒരു ലോജിക്കൽ എററാണ്. സംഭവമൊക്കെ റണ്ണൊക്കെ ചെയ്യും. ഞാൻ റൺ ചെയ്ത് കാണിക്കാം, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് എറർ കണ്ടുപിടിക്കാൻ പറയാം. 20.2 എന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രിൻ്റ് ലെങ്ത്ത് വന്നില്ല. പ്രിൻ്റ് ലെങ്ത്ത് വന്നില്ല. എന്തുകൊണ്ടാണ് പ്രിൻ്റ് ലെങ്ത്ത് വരാതിരുന്നത്? ഞാൻ ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, പ്രിൻ്റ് ലെങ്ത്ത് വരാതിരുന്നത് നമ്മൾ ഇത് വിളിക്കുന്നതിന് മുമ്പ്, ഫംഗ്ഷൻ വിളിക്കുന്നതിന് മുമ്പ് ഇത് റൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നുകൂടെ റൺ ചെയ്യണം. ഇനി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ലെങ്ത്തിൻ്റെ വിലയും വന്നു. ഇനി എനിക്കിവിടെ മാറ്റാൻ വേണമെങ്കിൽ ലെങ്ത്ത് = എന്ന് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഇത് റൺ ചെയ്യണം. റൺ ചെയ്തു.
13, ഇത് റൺ ചെയ്യുമ്പോൾ 14 ആവും. ഇവിടുത്തെ നമ്പർ 12 എന്നില്ല, 14 ആവും. അപ്പോൾ എന്താ ലെങ്ത്ത് 10.1 ആവുന്നു. എവിടെയാണ് ഫംഗ്ഷൻ്റെ അകത്താണ് പ്രിൻ്റ് ചെയ്ത്. പൊതുവെ ഫംഗ്ഷൻ്റെ അകത്ത് പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ആ ഫംഗ്ഷൻ റൺ ചെയ്യണം. ഇനി ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എന്ത് വരും? ഏരിയ പ്രിൻ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളൊരു ഫംഗ്ഷന് എല്ലാ രീതിയിലും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന കാര്യം മനസ്സിലായല്ലോ. ഫംഗ്ഷൻ റിട്ടേൺ എന്ന് പറഞ്ഞിങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അടുത്തൊരു കാര്യം, നമുക്ക് ഒരു ഫംഗ്ഷന് ഒരു വാല്യൂ മാത്രമല്ല റിട്ടേൺ ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റും. എ ഫംഗ്ഷൻ ക്യാൻ റിട്ടേൺ മോർ ദാൻ വൺ വാല്യൂ. ഇവിടെ ഈ ഫംഗ്ഷന് നമുക്ക് ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്നുള്ള ഫംഗ്ഷൻ ഒന്നുകൂടെ ഒന്ന് വിപുലീകരിക്കാം. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഏരിയയും വേണം, പെരിമീറ്ററും വേണം. പെരിമീറ്റർ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2 × L ലെങ്ത്ത്. നമുക്ക് എപ്പോഴും ടാബ് അടിക്കാം കേട്ടോ. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. റിട്ടേൺ ഏരിയ പെരിമീറ്റർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫംഗ്ഷന് 2 സംഭവങ്ങൾ റിട്ടേൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇനിയിപ്പോൾ ഇതിനപ്പം നമ്മൾ റൺ ചെയ്യണം. എന്ന് തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. തെറ്റുകളൊന്നുമില്ല. ഇനി എന്താണ്? ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. എന്ത് കൊടുക്കാം? 10.5, 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്ത് വേണം? പ്രിൻ്റ്. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഉത്തരം നമുക്കറിയണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുകയാണ്. വി ആർ കോളിംഗ് ദ ഫംഗ്ഷൻ. എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്? ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. എന്നിട്ട് എന്താ പാസ് ചെയ്യുന്നത്? പാരാമീറ്റേഴ്സ് 10.5ഉം 2ഉം പാസ് ചെയ്തു. എന്ന് പറയുമ്പോൾ ലെങ്ത് എത്രയാണ്? 10.5, ബ്രെത്ത് 2. എന്ന് പറയുമ്പം ഏരിയ എത്രയാണ്? 21. പിന്നെ പെരിമീറ്റർ എത്രയാണ്? നമ്മൾ മനസ്സിലൊന്ന് കൂട്ടി നോക്കണം. പെരിമീറ്റർ എന്താണ്? ചുറ്റളവ്. 2 × 10.5 + 2 എന്ന് വെച്ചാൽ 2 × 10.5 + 2 12.5. 2 × 12.5 എന്ന് പറയുമ്പം 25 അല്ലേ? ഇവിടെ ഒന്ന് കൂട്ടി നോക്കാം. പെരിമീറ്റർ എത്രയാണ്? 2 × 10.5 + 2 എന്ന് പറയുമ്പോൾ 12.5. അത് 25 ആണ്. അത് വരുന്നുണ്ടോ? നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. അത് വരുന്നുണ്ട്. സോ വി ഗോട്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? നമുക്ക് 2 വാല്യൂസ് ഒന്നിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അത് രണ്ടിനെയും റിട്ടേൺ ചെയ്യിക്കാം. പിന്നെ എപ്പോഴും റിട്ടേണിന് ഈ ബ്രാക്കറ്റ് വേണം നിർബന്ധമില്ല. റിട്ടേൺ കഴിഞ്ഞിട്ട് എന്തൊക്കെ എഴുതുന്നു ആ വാല്യൂസൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ വിളിച്ചത് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് വിളിച്ചു. നമ്മൾ 10.5ഉം 2ഉം പാസ് ചെയ്തു. ആ കിട്ടുന്ന വിലയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഈ വില ഒരു വേരിയബിളിൽ കളക്ട് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ വേരിയബിളിൻ്റെ പേര് ഏരിയ, രണ്ടാമത്തെ വേരിയബിളിൻ്റെ പേര് പെരി എന്നാകട്ടെ, എന്താവട്ടെ. അത് കഴിഞ്ഞ് എനിക്ക് എന്ത് കൊടുക്കാം? ഇത് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം.
ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് ചെയ്യപ്പെടത്തില്ല. എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഫംഗ്ഷൻ വിളിച്ചിട്ട് റിട്ടേൺ ചെയ്യുന്ന 2 വാല്യൂസ് ഉണ്ടല്ലോ, അതിലൊന്നാമത്തെ വാല്യൂ ഏരിയയിലും രണ്ടാമത്തെ വാല്യൂ പെരിയിലും പോയിട്ട് നിൽക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് നമുക്ക് നോക്കാം. അപ്പോൾ സംഭവിച്ചെന്താണെന്ന് പറയണേ, നമുക്ക് പ്രിൻ്റ് കൊടുക്കണം. പ്രിൻ്റ് പെരിന്ന് കൊടുക്കാം. ഒരു സിൻറ്റാക്സ് എറർ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സിൻറ്റാക്സ് എറർ പറയാമോ? ഈ കൊട്ടേഷൻ ക്ലോസ് ചെയ്യേണ്ടത് ഈക്വലിന് ശേഷമാണ്. അത് കഴിഞ്ഞ് ഒരു കൊമയും കൂടെ വേണം. അപ്പോൾ പ്രിൻറ്റിൻ്റെ സിൻറ്റാക്സ് എനിക്ക് തെറ്റിപ്പോയതുകൊണ്ട് റിവിഷനും കൂടെ ആക്കാം. ഇവിടെ എന്താണ്, ഇതിന് 2 പാരാമീറ്ററാണ് പ്രിൻറ്റിന് പാസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പാരാമീറ്റർ ഒരു സ്ട്രിങ്ങും രണ്ടാമത്തെ പാരാമീറ്റർ ഒരു വേരിയബിളുമാണ്. അപ്പോൾ ഈ എത്ര പാരാമീറ്ററും പാസ് ചെയ്യാം. പാരാമീറ്ററിൻ്റെ ഇടയിൽ എന്ത് വേണം? ഒരു കൊമ വേണം. ഇങ്ങനത്തെ സിൻറ്റാക്സ് എറർ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് വന്നു കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. ഒന്നുകൂടെ റൺ ചെയ്യാം. പെരിമീറ്റർ 25. ഇപ്പോൾ എനിക്ക് ഏരിയയും കൂടെ വേണമെന്നുണ്ടെങ്കിലോ, ഏരിയ ഈക്വൽ ടു, അത് കഴിഞ്ഞ് കൊമ, അത് കഴിഞ്ഞ് വേരിയബിളിൻ്റെ പേര്. ഈ 10.5 തന്നെ വേണമെന്നില്ല, നമുക്ക് 100.5 ആക്കാം. 100.5 ആണെങ്കിൽ എന്ത് വരും? ഏരിയ എത്രയാണ്? 100.5 × 2 201. പെരിമീറ്റർ എത്ര വരും? പെരിമീറ്റർ എത്ര വരും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 2 × 102.5 അല്ലേ, 205 വരും. എന്തിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇത് തെറ്റില്ല എന്നൊക്കെ അറിയാം. നിങ്ങൾക്ക് ഒരു സ്വഭാവം വരാൻ വേണ്ടിയാണ്. നമ്മൾ ഏത് കോഡ് എഴുതുമ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മളുടെ അടുത്ത് ഒരു ടെസ്റ്റ് ഡാറ്റ വേണം. അത് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ കോഡ് കറക്റ്റാണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഒരുമാതിരിയൊക്കെ, ഇനിയും ഞാൻ ഫംഗ്ഷനെ പറ്റി പറയാം, പക്ഷേ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് സമ്മറി ആയിട്ട് പറയാം. സമ്മറി കുറച്ച് വലുതാക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ സമ്മറി ആയിട്ട് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒന്നാമത് പഠിച്ചത് ഫങ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ്. അത് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു അതിൻ്റെ ഡെഫ് ഡ്രോ ലൈൻസ് അല്ലേ. ആർഗ്യുമെൻ്റ് ഇല്ലെങ്കിലും നമ്മൾ എന്ത് വേണം? ഒരു ബ്രാക്കറ്റ് വേണം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് ബ്രാക്കറ്റ് വേണം. പിന്നെ എന്ത് വേണം? ഈ ഡെഫ് എന്നുള്ള കീവേഡ് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഫങ്ഷൻ ബോഡി. ഫങ്ഷൻ ബോഡി എപ്പോഴും ഇൻറ്റൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഒന്നാമത് പഠിച്ച കാര്യമാണ് ഫങ്ഷൻ വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്. രണ്ടാമത് പഠിച്ച കാര്യമാണ് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ്. അതിനാവുമ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ്? ഡെഫ്, ജനറലായിട്ട് പറഞ്ഞു വെച്ചാൽ ഫങ്ഷൻ നെയിം ഉണ്ടാവും. അത് കഴിഞ്ഞ് ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? സിൻറ്റാക്സിൽ കോളൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഫങ്ഷൻ ബോഡിയാണ്. പിന്നെ മൂന്നാമത് ഇന്ന് പഠിച്ചു ഫങ്ഷൻ വിത്ത്
റിട്ടേൺ വാല്യൂ. അവിടെ അപ്പോൾ എന്തുണ്ടാവും? അതിൻ്റെ സിൻടാക്സ് എങ്ങനെയായിരിക്കും? ഇവിടെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? റിട്ടേൺ വേരിയബിൾ 1. ഒരു വേരിയബിളാണെങ്കിൽ ഒരു വേരിയബിൾ മാത്രമാവാം, രണ്ടുണ്ടെങ്കിൽ രണ്ടാവാം. വേരിയബിൾ 2. പിന്നെ നാലാമത്തെ ഒരു കാര്യം ജനറലായിട്ടുള്ള കാര്യമാണ്. ഓൾവേസ്, ഞാൻ ക്യാപിറ്റൽ എഴുതാം, ഓൾവേസ് give reasonable names for functions. ഉദാഹരണം, നമ്മൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിച്ചു. അതിനപ്പോൾ നമുക്ക് വേണമെങ്കിലുള്ള പേരെന്താണ്? കമ്പ്യൂട്ടറിന് ഒരു പ്രശ്നവുമില്ല, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പേര് കൊടുക്കാമായിരുന്നു. ഏരിയ ഓഫ് ആർന്ന് കൊടുക്കാമായിരുന്നു. എന്നിട്ട് A, B എന്ന് കൊടുക്കാമായിരുന്നു ആർഗ്യുമെൻറ്റിൻ്റെ പേര്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. പക്ഷേ ഇതൊരു നല്ലൊരു പേരല്ല. ഇതിനും ഭീകരമായിട്ടുള്ള പേര് വേണമെങ്കിൽ ഉണ്ടാകാം. ഇതിലും ഭീകരമായിട്ടുള്ള ഇതെന്താണ്? ബാഡ് ചോയ്സ്. ഇതിനും ഭീകരമായിട്ടുള്ള പേരാണെന്ത്? ഡെഫ് എ. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുമ്പം ടൈപ്പ് ചെയ്യുന്നോർത്ത് വിഷമിക്കരുത്. നമ്മൾ നല്ല പേര് കൊടുക്കാൻ, ടൈപ്പ് ചെയ്യാൻ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് സ്മാർട്ടാണ്. നമ്മൾ ഇപ്പം ഞാൻ പറയാം, ഇത് ഡെഫ് കൊടുത്തു, എന്നിട്ട് ഏരിയ എന്ന് കൊടുത്തു. ഏരിയ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് പ്രസ് ചെയ്താൽ മതി? ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ആർ എന്ന് വന്നു. അപ്പം നമ്മൾ ഫുൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു. ആൻഡ് പിന്നെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഈ പ്രോഗ്രാംസൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. പിന്നെ എക്സസൈസിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. കൊച്ചു കൊച്ചു പ്രോഗ്രാംസ് എഴുതി നോക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അതിൽ ചിലപ്പോൾ എറർ വരും. പിന്നെയാണെങ്കിൽ ഓൾവേസ് ടെസ്റ്റ് യുവർ ഫങ്ഷൻ. ഓൾവേസ് ടെസ്റ്റ് യുവർ ഫങ്ഷൻ വിത്ത് നോൺ ഡാറ്റ എന്ന് പറഞ്ഞപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിളാണ്, നമുക്ക് അത് വില അറിയാമല്ലോ. ഇപ്പോൾ 10 2 ആണെങ്കിൽ ഏരിയ 20 ആണെന്നറിയാം, പെരിമീറ്റർ അറിയാം. അതേപോലെ 1-2 വാല്യൂസ് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.